ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിൽ മേഘവിസ്ഫോടനം. ലഖാട്ടി ഗ്രാമത്തിൽ ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. റോഡുകളും പാലങ്ങളും വാഹനങ്ങളും പ്രളയജലത്തിൽ ഒഴുകിപ്പോയി. കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഹിമാചലിലെ 15 മേഖലകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ യമുന നദിയുടെ ജലനിരപ്പ് ഉയരുകയാണ്. കുളുവിലെയും കിഷ്ത്വാറിലെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതേസമയം തന്നെ മഹാരാഷ്ട്രയിൽ മഴ തുടരുന്നു. പൂനെയിൽ റെഡ് അലേർട്ടും മുംബൈയിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിശദവിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഉത്തരേന്ത്യ ആകെ മഴക്കെടുതി രൂക്ഷമാണ്. കുറച്ചു കാലങ്ങളായി കുളുവിലിത വീണ്ടും മേഘവിസ്ഫോടനം. നിരവധി സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. വല്ലാത്ത കെടുതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? എന്താണ് വിശദവിവരങ്ങൾ അർജുൻ? മോത്തി, ഈ മാസം 21 വരെയാണ് ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ചും ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും മഹാരാഷ്ട്രയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. പക്ഷേ ഹിമാചലിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഇപ്പോൾ മേഘവിസ്ഫോടനമായി ഉണ്ടാകുന്നുണ്ട്. മേഘവിസ്ഫോടനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നാലെ മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി ഇന്ന് പുലർച്ചെ 1:30-2 മണിയോടുകൂടിയാണ് കുളു ജില്ലയിലെ ലഖാട്ടി താഴ്വരയിൽ ആ ഗ്രാമത്തിൽ ഈ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. ഈ ലഖാട്ടി താഴ്വര, ഈ ഗ്രാമം എന്ന് പറയുന്നത് വളരെ റിമോട്ട് ആയിട്ടുള്ള, അതായത് എത്തിപ്പെടാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ്. മാത്രമല്ല ഇപ്പോൾ മേഘവിസ്ഫോടനം സംഭവിച്ചിരിക്കുന്നു. പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആകെ ഉണ്ടായിരുന്ന ആശയവിനിമയ സംവിധാനങ്ങളും റോഡുകളും പാലങ്ങളും അടക്കം ഇപ്പോൾ തകർന്നിട്ടുണ്ട്. പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടേക്ക് ആകെ ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷനും ഈ ആശയവിനിമയം അടക്കം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതുവരെയും ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല, ആരെയും കാണാതായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അത് വളരെ ആശ്വാസകരമാണ്. നദിയിലെ ജലനിരപ്പ് ഉയരുന്നത് ആശങ്കാജനകമാണോ? ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? നിലവിൽ ആശങ്കയില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഡൽഹിയിൽ നിന്നും പറയാൻ സാധിക്കുക. കാരണം ഹരിയാനയിലെ ഹറ്റ്നികുണ്ട് അണക്കെട്ട് തുറന്നിരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് തുറന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ യമുന നദിയിൽ ജലനിരപ്പ് ഉയർന്നത്. അത് അപകട സൂചിക മറികടന്ന് ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. പക്ഷേ ഡൽഹിയിൽ ഇപ്പോൾ മഴയില്ല, മഴ മുന്നറിയിപ്പുമില്ല. അതുകൊണ്ട് കൂടുതൽ ഗുരുതരമാകുന്നുള്ള ഒരു ആശങ്ക നിലവിലില്ല എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ യമുന നദിയിൽ വെള്ളം കയറുന്നുണ്ട്. യമുനയോട് ചേർന്ന് നദിയോട് ചേർന്നുള്ള മേഖലയിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ച് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ തന്നെയാണ് ഈ നദിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലുള്ളത്, താഴ്ന്ന പ്രദേശങ്ങളിലുള്ളത്. അവയെല്ലാം തന്നെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും, അതായത് വെള്ളം വലിയ തോതിൽ കയറുകയാണെങ്കിൽ അത് ഒഴിപ്പിച്ച് വരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിക്കും. പക്ഷെ നിലവിൽ ഡൽഹിയിൽ അത്ര വലിയൊരു ആശങ്കയില്ല എന്നുള്ള കാര്യം തന്നെയാണ് അധികാരികളും സർക്കാരും അറിയിച്ചിരിക്കുന്നത്. പക്ഷെ മഹാരാഷ്ട്രയിൽ അങ്ങനെയല്ല, കാര്യങ്ങൾ കുറച്ച് ഗുരുതരമാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നഗരങ്ങളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. പൂനെയിലും മുംബൈയിലും ഒക്കെ 21-ാം തീയതി വരെയാണ് കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ സാന്താക്രൂസ് അടക്കമുള്ള മേഖലയിൽ കനത്ത മഴയാണ്. 178 മില്ലിമീറ്ററിലധികം മഴയാണ് കഴിഞ്ഞ 24 മണിക്കൂർ ലഭിച്ചിരിക്കുന്നത്. ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. ഈ ട്രെയിൻ സർവീസുകളെ, അതുപോലെ തന്നെ സബർബൻ ലോക്കൽ ട്രെയിനുകളെ എല്ലാം ബാധിച്ചിരിക്കുന്നു. പൂനെയിലും വലിയ രീതിയിൽ അണക്കെട്ടുകൾ തുറക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു. അത് ജനജീവിതത്തെയും കൂടെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴ 21-ാം തീയതി വരെ തുടരുകയും ചെയ്യും.